അടിപൊളി പടമാണ്, എല്ലാവർക്കും ഇഷ്ടം. മമ്മൂക്ക തകർത്ത് ജീപ്പൊരു സാധനം, അമറ സാധനം. ഫൈറ്റ് അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. 2-3 ഫൈറ്റ് അടിപൊളി ഫൈറ്റാണ്. ഈ പ്രായത്തിൽ മമ്മൂക്ക അടിപൊളി ഫൈറ്റ് ചെയ്തേക്കണം. അടിപൊളി ഫൈറ്റ്, ക്ലൈമാക്സ് ഒക്കെ പൊളി. മമ്മൂക്കയുടെ മാസാണ്. അല്ലല്ലോ, അയ്യോ, അത് ഒരു 440 വോട്ടാണ് പവർ. ആക്ഷൻ സൂപ്പർ ആയിരുന്നു, ഭയങ്കര കാണണം, പിന്നെ കാണും. സെക്കൻഡ് ഹാഫ് ഫുള്ള് ഫൈറ്റ് മാത്രമേ ഉള്ളൂ. മമ്മൂടി 70 വയസ്സിലൊക്കെ ചൈത്ര അഭിനയിക്കുന്നു. കംപ്ലീറ്റ് ആക്ഷൻ പടം. ടർബോ ജോസിന്റെ അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത് അടിപൊളി പടമാണ്, സൂപ്പർ വരും, സൂപ്പർ. മമ്മൂട്ടിയുടെ ഒരു തിരിച്ചു വരും, അടിപൊളി പടം. പ്രാവശ്യം കാണാം, കാരണം അത്രയും ആക്ഷൻ സീക്വൻസ് അങ്ങനെ ആ രൂപത്തിൽ നമുക്ക് ചെയ്തതും ഗംഭീരമായിട്ടുണ്ട്, വളരെ മനോഹരമായിരുന്നു. കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടറിയോ ആ വില്ലന്റെ ബിജിയും വില്ലന്റെ ഒരു സ്ക്രീൻ പാസ് അതും പുള്ളി വലിയ സൈസ് ഒന്നുമില്ല, പക്ഷെ പുള്ളി വേറെ ലെവൽ അഭിനയ. പക്ഷേ എനിക്ക് ഹിറ്റാണ്, പടം ഹിറ്റാണ്, ഷുവറാണ്. സ്റ്റോറിയിലൊന്നും പുതുമ ഒരുപാട് അവകാശപ്പെടാനില്ല. ക്ലൈമാക്സിലെ ഫൈറ്റ് സീക്വൻസ് അത് നല്ല ഗംഭീരമായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് സീനൊക്കെ എന്താ പറയുക, ഞാൻ സസ്പെൻസ് പൊളിക്കുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് സീൻസിൻ്റെ മാർഷ്യൽ ആർട്സിൻ്റെ ഫൈറ്റൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക അത്ഭുതമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കേണ്ടത്. എസ്പെഷ്യലി ഈ ഒരു ഏജിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ലവ് യു മമ്മൂക്ക. പ്രായത്തിൽ നമുക്ക് വിജയുടെ പടമൊക്കെ കാണല്ലേ, അതിനാലും മികച്ച് കവച്ച് വെച്ച്. കാരണം വേറൊന്നുമല്ല, മലയാളികൾക്കുള്ള ലോക നെറുകയിൽ നിന്ന് ഉയർത്തും. കാരണം അത്രയ്ക്ക് എഫക്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ സ്ക്രീനിൽ നിന്ന് നമുക്ക് കണ്ണെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രകടനങ്ങൾ മമ്മൂക്കടാണ്. നമ്മൾ ആവേശ സിനിമ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞില്ലേ എടാ മോനെ എടാ മോനെ. ഈ പടം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു അടിയുടെ മോനെ. കാരണം അമ്മ അതിൻ്റെ അടിപ്പടം തന്നെ. മമ്മൂക്കയുടെ പ്രൊമോഷനിലൊക്കെ പറഞ്ഞു ഇതൊരു അടിപ്പടം തന്നെയാണ്, കിടുക്കാച്ചി നല്ല അടിപൊളി ഫൈറ്റ്. ഈ പറഞ്ഞാൽ നമ്മളൊക്കെ സീറ്റിലിരിക്കുമ്പോൾ ചിലപ്പോൾ സീറ്റിൻ്റെ ഞെട്ടടക്കം ലൂസാവുന്നുണ്ട് നമുക്കൊരു സംശയം. റോളാണ് രാജ്വി ഷെട്ടിയുടെ വില്ലൻ. നമുക്കറിയാം പുള്ളി മുൻപും ചെയ്തിട്ട് വിജയിച്ച റോളാണ്. ഞെട്ടിച്ചടഞ്ഞ ബിന്ദു പണിക്കരാണ്. കോമഡി ആണെങ്കിലും ചില ആക്ഷൻ ടെൻഷൻ രംഗങ്ങളിൽ അത് ലൈറ്റാക്കാൻ വേണ്ടി ബിന്ദു പണിക്കരുടെ ഒരു ക്യാരക്ടർ റോഷാക്കിന് ശേഷം അതിശക്തമായ ഒരു വേഷമാണ്. പിന്നെ ആ ഫൈറ്റിലൊക്കെ മമ്മൂക്കയുടെ പെർഫോമൻസ്, പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് വരുമ്പോൾ മമ്മൂക്കയുടെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് കാണാൻ പറ്റും.